ഹലോ ലവ്ലീസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിരിക്കുന്ന ചൂടൻ സീരീസ് ഈറ്റ് വെൽക്കം ടു ഡെറിയുടെ സീസൺ ഫിനാലിങ് എത്തിയിരിക്കുവാണ്. അറിയാം എല്ലാവരും നല്ല സൂപ്പർ ത്രില്ലാണെന്ന്. ലാസ്റ്റ് എപ്പിസോഡ് വരുന്നതിന് മുന്നേ ഒന്ന് തയ്യാറായി സെറ്റാവാൻ നമുക്ക് 2017 ആ ആദ്യത്തെ തലയോട് ദർശനം ചിത്രത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയിട്ട് വന്നാലോ? കാരണം വെൽക്കം ടു ഡെറിയുടെ സീസൺ ഫിനാലയിൽ ഇതുമായി കണക്ട് ആവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു കൺഫ്യൂഷൻ അടിക്കരുതല്ലോ. എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് പോകാം 1988 ഒക്ടോബർ മാസത്തിലേക്ക്. ഇനിയും ഷോക്ക് വിട്ട മാറാത്ത 1962 ബ്ലാക്ക് സോഡ് മസാക്കറിന് ശേഷം 26 വർഷങ്ങൾ കഴിഞ്ഞുള്ള ആ കാലത്തേക്ക് നമ്മൾ വീണ്ടും ഡെറിയിലേക്ക് കടക്കുന്നത് നല്ല ശാന്തസുന്ദരമായ ഒരു മഴക്കാലത്തിലൂടെയാണ്. അവിടെ ജാക്സൺ തെരുവോരത്തുള്ള ഒരു വീട്ടിലെ 2 സഹോദരന്മാർ, ബില്ലും ജോർജിയും. അനിയനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ബില്ലി. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവൻ ഏത് എക്സ്ട്രീം വരെയും പോകാൻ റെഡിയാണ്. അനിയനായ ജോർജിയോ നല്ല സ്മാർട്ടായിട്ടുള്ള റിച്ചിനെ പോലെ ഒരു അടിപൊളി ചെക്കൻ. മഴയത്ത് അവന് പുറത്ത് കളിക്കാനായി ഒരു നല്ല പേപ്പർ ബോട്ട് ബില്ലി ഉണ്ടാക്കി കൊടുത്ത് അവനെ പുറത്തേക്ക് വിടുവാണ്. ഒരു മഞ്ഞ റെയിൻകോട്ടും ഇട്ട് ആ ഒഴിഞ്ഞ തെരുവിലൂടെ ഒഴുക്ക് വെള്ളത്തിൽ പേപ്പർ ബോട്ട് ഇട്ട് അത് ഒഴുകി പോകുന്നത് നോക്കി അങ്ങനെ കണ്ട് രസിച്ച് പിറകെ ഓടി. പക്ഷേ അതൊരു ഓടയിലേക്ക് വീട് പോകുന്നു. ജോർജ് വിഷമത്തോടെ അതെടുക്കാൻ പറ്റുമെന്ന് കുനിഞ്ഞു നിന്നങ്ങനെ വിഷമത്തോടെ നോക്കുമ്പോൾ അതാ 2 തിളങ്ങുന്ന കണ്ണുകൾ. ഗാംഭീര്യമുള്ള ഒച്ചയുമായി പെന്നിവൈസ് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. പെന്നിവൈസ് ദ ഡാൻസിങ് ക്ലൗൺ. ആ പേപ്പർ ബോട്ടും കയ്യിൽ വെച്ച് കാട്ടി അയാൾ ജോർജിയോട് സംസാരിക്കുകയാണ്. പക്ഷേ അറിയാത്തവരുമായി മിണ്ടരുതെന്ന് ജോർജിക്കറിയാം. അതുകൊണ്ട് തന്നെ സ്വയം പരിചയപ്പെടുത്തി പെന്നിവൈസ് എന്ന വിദൂഷകനാണെന്നും സർക്കസ് മൊത്തം നശിച്ചതോടെ ഇപ്പോൾ ഈ അഴുക്കുചാലിനുള്ളിലായി വാസമെന്നും പറഞ്ഞ് കുട്ടിത്തമുള്ള സംസാരവും ചിരിയുമൊക്കെയായി ജോർജിയെ അടുപ്പിച്ച് സൗഹൃദത്തിലാക്കി അങ്ങനെ പോകാനൊരുങ്ങുന്ന അവനോട് ആ പേപ്പർ ബോട്ട് വേണ്ടിയെന്ന് ചോദിച്ച് നീട്ടുവാണ്. അവൻ കൈ എത്തിക്കുമ്പോൾ ആ ക്ലൗൺ അത് വെട്ടിച്ചു മാറ്റുന്നു, ഒരു രസമെന്ന പോലെ. അങ്ങനെ വീണ്ടും കൈ നീട്ടുന്നതും വാനിറയെ പല്ലുകളുമായി മുഖമാകെ മാറി കൈ കടിച്ചെടുക്കുമ്പോൾ അതപ്പോൾ വെറുമൊരു ക്ലൗൺ അല്ല. കൈ നീട്ടി അവനെ ചാലിനുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ഒരു രാക്ഷസനാണത്. ശാന്തസുന്ദരമായി കണ്ട ഡെറി ടൗൺ അപ്പോൾ ഒട്ടും സേഫല്ല. പ്രപഞ്ചത്തിൽ എങ്ങു നിന്നോ ഒരു നക്ഷത്രത്തിനുള്ളിലായി ഭൂമിയിലേക്ക് പതിച്ച നീചശക്തി. ആ ശക്തി രൂപമെടുത്ത ഒരു വിദൂഷക രൂപമാണ് പെന്നിവൈസ് എന്ന് പറഞ്ഞ് മടുത്തു. എന്നാലും പറഞ്ഞേക്കാം, ആ രാക്ഷസൻ അപകടകാരിയായ പെട്ടെന്നൊന്നും നശിക്കാത്ത ഒരു കോസ്മിക് എൻറ്റിറ്റിയാണ്. ഇവിടുന്ന് 1 കൊല്ലം കഴിഞ്ഞുള്ള കാലത്തേക്ക് കടക്കുവാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ബ്ലാക്ക് സ്പോട്ട് കൂട്ടക്കൊല കഴിഞ്ഞ് 27 വർഷത്തിന് ശേഷം. ഈ 27 കട്ടിക്ക് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. ഡെറി ലോകത്തുള്ള നമുക്കെല്ലാം അതറിയാം. പുതുതായി എത്തിയിട്ടുള്ളവർ ബസ്മേക്കണ്ട, അത് നമുക്ക് വഴിയെ അറിയാം. അപ്പോൾ 1989 കടക്കുമ്പോൾ ജോർജി നാട്ടിലൊരു മിസ്സിംഗ് കേസായി തുടരുവാണ്. എന്തുപറ്റിയെന്ന് ആർക്കും കണ്ടുപിടിക്കാനായിട്ടില്ല. അവനെ കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത് തീർച്ചയായും ചേട്ടൻ ബില്ലി തന്നെ. സ്കൂളിൽ ബില്ലിക്ക് അത്ര വലിയ സൗഹൃദ വലയങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല രസമുള്ള 3 പേരുണ്ട്: റിച്ചി, എഡ്ഡി, സ്റ്റാൻലി. റിച്ചി വാ തുറന്നാൽ ചെറ്റുവർത്തമാനമാണേലും ബില്ലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പേര് കേൾക്കുമ്പോൾ നമുക്ക് വേറൊരു റിച്ചി ഓർമ്മ വരുന്നില്ലേ? മാർജ് റിച്ചിയുടെ ഓർമ്മയ്ക്കായി സ്വന്തം മകൻ റിച്ചി എന്ന് പേരിട്ടതാകുമോ ഇത്? ഈ റിച്ചിയുടെ അമ്മയുടെ പേര് മാർജി എന്ന പേരുമായി സാമ്യതയുള്ള ഒരു പേരാണ്, മാഗി. എന്തായാലും നമുക്ക് നോക്കാം. നെക്സ്റ്റ് എഡ്ഡി. കയ്യിലെപ്പോഴും പിൽസും ഇൻഹേലറൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ദുർബലനാണ്. പിന്നെ സ്റ്റാൻലി യൂറിസ്. അവനൊരു ജൂത കുടുംബത്തിൽപ്പെട്ടതാണെങ്കിലും വിശ്വാസങ്ങളുടെ വലിയ താല്പര്യമൊന്നുമില്ല. സ്റ്റാൻലിയുടെ അച്ഛനെ പറ്റി പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും, ഡൊണാൾഡ് യൂറിസ്. വെൽക്കം ടു ഡെറിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ടെഡി ഇല്ലേ, ടെഡിയുടെ ചേട്ടനാണ് ഡൊണാൾഡ്. അങ്ങനെ ഇവർ 4 പേരും എപ്പോഴും ഒരു സെറ്റാണ്. കളിയാക്കലും വീട്ടിലുള്ള ജീവിത പ്രശ്നങ്ങളുമൊക്കെയുള്ള ഇവർ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള ഈ ഗ്യാങ്ങിന് ഒരു പേര് വിട്ടിട്ടുണ്ട്, ലൂസേഴ്സ് ക്ലബ്. തോൽവികളാണെന്ന് സ്വയം കരുതുന്നവർ. സ്കൂൾ വിട്ട് കറങ്ങാൻ കോറിയിലോ മറ്റോ പോകാമെന്ന് പറയുമ്പോഴും ബില്ലി അവരോട് എപ്പോഴും പോകാൻ നിർബന്ധിക്കുന്ന ഒരു പ്രദേശമാണ് ബാരൺസ്. ടൗണിൻ്റെ അഴുക്കുചാലുകളെല്ലാം കൂടിച്ചേർന്ന് അതിലെ വെള്ളവും മറ്റും പുറന്തള്ളുന്ന ഒരു പ്രദേശമാണ് ഈ ബാരൺസ് എന്നുള്ളത്. ബില്ലിയുടെ ഉദ്ദേശം വേറൊന്നുമല്ല, എങ്ങനെയും ജോർജിയെ കണ്ടെത്തണമെന്നതാണ്. കുട്ടികളെ കാണാവുന്ന സംഭവം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് അവിടെ. ഇപ്പോൾ ദേ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ ഇതുപോലെ കാണാതെ ഒരു പെൺകുട്ടി, ബെറ്റി. അവളുടെ മമ്മി സ്കൂളിൽ തന്നെ എപ്പോഴും വരുന്നോ എന്നുള്ള പ്രതീക്ഷയിൽ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്, പാവം. ഇനി നമുക്ക് ഇതുപോലെ 2 പേരെ കൂടി പരിചയപ്പെടാം. ബെവർലി. ബില്ലിനെ പോലെ തന്നെ വലിയ ഫ്രണ്ട്സൊന്നുമില്ല. ക്ലാസ്സിലുള്ളവരുടെ പരിഹാസവും ബുള്ളിങ്ങും ഒക്കെ കണ്ടും കേട്ടും അങ്ങനെ പോകുന്നു. ഈ ബെവർലിയോട് ഒരു ചെറിയ ക്രഷുള്ള ജിമിട്ടൻ ബെന്നും. ഈ ബെൻ കയ്യിലുണ്ടാക്കി കരുതിയിട്ടുള്ള ആ സംഭവം എന്താണെന്നറിയോ? അതാണ് വാട്ടർ ടവർ. മാത്യു മുതൽ മാർജ് വരെ എത്തി ആസ്വദിച്ച ആ സ്റ്റാൻഡ് പൈപ്പ്. വെറും അഹങ്കാരികളാണ് ഡെറിയിലെ മിക്ക പിള്ളേരും. അതിലൊന്നാണ് ഇവൻ, ഹെൻറി ബോവേഴ്സ്. വല്ലാത്ത കുത്തിക്കഴപ്പുള്ള ഒരു സോഷ്യോപാത്താണ്. അതുകൊണ്ട് ഈ ലൂസേഴ്സ് ഗ്യാങ്ങിനൊന്നും അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ബില്ലിക്ക് ചെറുതായിട്ട് വിക്കൊക്കെയുള്ള കൂട്ടത്തിലായതുകൊണ്ട് അത് വെച്ചും ഇമാർ കളിയാക്കാറുള്ളത് സ്ഥിരവും. ഹെൻറി ബോവേഴ്സിൻ്റെ അച്ഛൻ ഒരു പോലീസുകാരനാണ്, ഓസ്കാർ ബോവേഴ്സ്. മുത്തച്ഛൻ്റെ പേര് ക്ലിൻറ്റ് ബോവേഴ്സ്. നെറുകെട്ട ബോവേഴ്സ് കുടുംബത്തിലെ ഒടുക്കത്തെ കണ്ണിയാണിവൻ. വൻ സംഭവങ്ങളിലേക്ക് കടക്കും മുന്നേ ഇനി ഒരാളെ കൂടി പരിചയപ്പെടാനുണ്ട്. അവനൊരു അനാഥനാണ്. പേര് മൈക്ക് ഹാൻലൺ. ഹാൻലൺ. നമ്മളിപ്പോൾ ഡെറിയിൽ കാണുന്ന വില്ലിൻ്റെ മകനാണ് ഈ മൈക്ക് ഹാൻലൺ. എന്ന് വെച്ചാൽ മേജർ ലെറോയ് ഹാൻലൻ്റെ കൊച്ചുമകൻ. വർഷങ്ങൾക്ക് മുന്നേ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട മൈക്ക് മുത്തച്ഛനോടൊപ്പം ഫാമിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് വരികയാണ്.
കുറച്ചുകൂടെ ക്ലിയറായി പറഞ്ഞാൽ ബ്ലാക്ക് സ്പോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ബില്ല് മരിക്കുന്നത് തീപിടുത്തത്തിൽ തന്നെ. വീട്ടിലുണ്ടായ ഒരു ദുരൂഹ അപകടം. അച്ഛനുമായി മീൻ പിടിക്കാൻ പോയപ്പോൾ വന്ന ആ വിഷൻ നീ എരിഞ്ഞു പൊള്ളുമെന്ന് പറഞ്ഞത് എത്ര സത്യമാണ്. സ്വന്തം പേരൻസ് തീയിൽ വെന്ത് മരിച്ചു കിടന്ന ആ കാഴ്ച ഇവൻ നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ആ ഒരു പേടിയും ട്രോമയും ഉള്ളിലുണ്ട്. ചില സമയങ്ങളിൽ പേടിപ്പിക്കുന്ന വിഷൻസും കാണുന്നുണ്ട്. കത്തിക്കരിഞ്ഞ കൈകളും രക്ഷിക്കുന്ന പറഞ്ഞ വലറി വിളിക്കുന്നതായിട്ടൊക്കെ. മറ്റേ കുട്ടിയെ പോലെ മൈക്കിനും ഒരു പേടി സ്വപ്നമാണ് ഹെൻറി ബോൾസും ഗ്യാങ്ങും. ബുള്ളിങ് മാത്രമല്ല, നിറത്തിൻ്റെ കാര്യം വെച്ച് അവർ മൈക്കിനെ കാണുന്നത് ഇഷ്ടമല്ല. മൈക്കിൻ്റെ വിഷയനെക്കുറിച്ച് പറഞ്ഞില്ലേ, അതേപോലെ പലർക്കും ചില നേരങ്ങളിൽ അവരുടേതായ പേടിയുമായി ബന്ധപ്പെട്ട വിഷൻസ് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ പെന്നിവൈസ് എന്ന ഐഡന്റിറ്റിയുടെ അദൃശ്യ ശക്തിയാണ്. ആ ഡെറി ടൗണിലാകെ ഈ സ്വത്വത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. സ്റ്റാൻലിക്കും ഇതുപോലെ ചില വിഷൻസ് ഉണ്ടാവാറുണ്ട്. പള്ളിയിലിരിക്കുന്ന ഒരു വികൃതമായ ഫോട്ടോ ഉണ്ട്. കണ്ടാൽ തന്നെ പേടിയ വന്ന ഈ ഫോട്ടോ ഫ്രെയിമിലെ രൂപം നേരിട്ട് ചാടി വീണ് ഭയപ്പെടാൻ ശ്രമിക്കുന്ന തോന്നലൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ബില്ലിയുടെ കാര്യം നോക്കിയാൽ അവൻ എപ്പോഴും ജോർജിയെ കണ്ടെത്താൻ ഓരോന്നോരോന്ന് സ്വന്തമായി ചെയ്യുന്നതിൽ അവൻ്റെ അച്ഛന് നല്ല എതിർപ്പുണ്ട്. അവൻ ഇനി തിരിച്ചു വരില്ല എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ദേഷിച്ച് ബില്ലിയോട് പറഞ്ഞിറങ്ങി പോകുന്നെങ്കിലും പിന്തിരിയാൻ ഒരുക്കമല്ല അവന്. അങ്ങനെ വെക്കേഷൻ എത്തുന്നതോടെ ചുറ്റിക്കറങ്ങി കളിക്കാനെന്ന് പറഞ്ഞിറങ്ങി കൂട്ടുകാരുമായിട്ട് വേസ്റ്റ് ലാൻഡായ ബാരൻസിലേക്ക് എത്തി തിരിച്ചിലാണ്. സ്വാഭാവികമായും കൂടുതലുള്ള എഡ്ഡിക്കും സ്റ്റാൻലിക്കും റിച്ചിക്കും ഒന്നും ഇതിൽ വലിയ താല്പര്യമില്ല. കാരണം സമ്മർ ഹോളിഡേയ്സിൽ അടിച്ചു പൊളിക്കല്ലേ വേണ്ടത്. അല്ലാതെ ഓടെ മലിനജലമെല്ലാം വന്നടിയുന്ന പ്രദേശത്ത് ഇങ്ങനെ നോക്കി വെറുതെ സമയം കളയുന്ന എന്തിന്. അനിയനെ തേടി നടക്കുന്ന ബില്ലിനോട് ഇത് ഡയറക്റ്റായിട്ട് പറയാനും വയ്യ. അങ്ങനെ ബാരൻസിലെ ഓടയുടെ കവാടം വഴി മെല്ലെ അകത്തേക്ക് കയറുന്ന വഴി ബില്ലി ഒരു ഷൂസ് കാണുന്നു. അത് ബെറ്റിയുടേതാണ്. ആഴ്ചകൾക്ക് മുന്നേ കാണാതെ സ്കൂളിലെ ആ പെൺകുട്ടി. ഇത് കണ്ട് ബില്ലി നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയി നോക്കാമെന്ന് പറയുമ്പോൾ പേടിച്ചു നിന്ന് എഡ്ഡിയും സ്റ്റാനും വേണ്ട തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരുത്തൻ ചാടി വീഴുന്നത്. നമ്മുടെ തടിയൻ കുട്ടൻ ബെന്നാണത്. ശരീരത്തിലൊക്കെ മുറിവുണ്ട്. ഇവരെന്താ സംഭവിച്ചേ? ബെൻ ലൈബ്രറിയിൽ ഇരുന്നതാണ്. വെക്കേഷനിലെ ടൈം പാസിനായി ഡെറിയുടെ പഴയ ചരിത്രത്തിൻ്റെ കുറേ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ് ഒക്കെ നോക്കി സമയം കളയാമെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വെച്ച് ബെവളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രണയ കവിതയൊക്കെ എഴുതുന്നുണ്ട്. നിന്റെ മുടി വിൻ്റർ ഫയർ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. വിൻ്റർ ഫയർ. അങ്ങനെ ഹിസ്റ്ററി ബുക്ക് മറിക്കുമ്പോൾ അത്ര രസമുള്ള കാര്യങ്ങളല്ല അതിൽ ബെൻ കാണുന്നത്. 1908 ഈ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു വൻ അപകടം. കിച്ചണർ അയൺ വർക്ക്സ് എന്ന സ്റ്റീൽ കമ്പനിയിലെ പൊട്ടിത്തെറി. അതേ ദിവസം ഫാക്ടറിയുടെ ഓണേഴ്സ് നടത്തിയ ഈസ്റ്റർ എഗ് ഹണ്ടിൽ പങ്കെടുക്കാനെത്തിയ കുറേ കുട്ടികൾ അവിടെ വെച്ച് മരണപ്പെട്ടിരുന്നു. 88 പിള്ളേരുൾപ്പെടെ 108 പേര് മരിച്ചു. ഒരു കുട്ടിയുടെ തല കണ്ടെടുത്തത് കുറച്ച് ദൂരെയുള്ള മരത്തിൻ്റെ മുകളിൽ നോക്കിയായിരുന്നു. ഈ വാർത്തയും ഫോട്ടോയൊക്കെ കണ്ട് പേടിച്ച് ടെൻഷനായി ബുക്ക് അടയ്ക്കുന്നതും പിറകിലെ ഒരു റെഡ് ബലൂൺ കാണുവാണ് ബെൻ. അത് ഫോളോ ചെയ്ത് പോകുമ്പോൾ കാണാം ഒരു മുട്ടയിരിക്കുന്നു. ഈസ്റ്റർ എഗ് ഹണ്ട് ഗെയിം പോലെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ രസത്തിൽ ബെൻ ഫോളോ ചെയ്ത് അങ്ങനെ എത്തുന്നത് ലൈബ്രറിയുടെ ഗ്രൗണ്ട് ഫ്ലോറിലും. മൊത്തം ഇരുട്ട്. അങ്ങനെ നിൽക്കെ കാണാം ആരോ നടന്നു വരുന്നു. നോക്കുമ്പോൾ തലയില്ല. ബുക്കിൽ കണ്ട ആ ചെക്കൻ്റെ ബാക്കി ശരീരമാണ്. ബെൻ പിന്നൊന്നും നോക്കാതെ പേടിച്ചോടുന്നതിനിടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പെന്നിവൈസ്. അവനെ ശാപ്പിടാനായിട്ട് വശീകരിച്ച് എത്തിച്ചതാണ്. പക്ഷേ കൃത്യസമയത്ത് ഡോൺ അമ്മായി വരുന്നതോടെ അവൻ രക്ഷപ്പെട്ട ഭാഗ്യത്തിന്. പിന്നൊട്ടും നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത ഗുരു ഹെൻറി ബോവേഴ്സ്. അവനും കൂട്ടുകളിലും ചേർന്ന് ഒരു കാര്യമില്ലാതെ പിടിച്ചുകൊണ്ട് പോകുന്നത് കിസ്സിംഗ് ബ്രിഡ്ജിനടുത്തേക്കും. മനോഹരമായ ലവേഴ്സിനെ പണിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രിഡ്ജ്. കൂടുതൽ അറിയാൻ നമ്മുടെ വെൽക്കം ടു ഡെറി ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് ബ്രേക്ക് ഡൗൺ നോക്കിയാൽ മതി. ഈ ഹെൻറി ആരോ മൂക്കിടിച്ച് ചോര എടുത്തിച്ച് നിൽക്കെ അതുവഴി കാറിൽ ഒരു കപ്പൽ കടന്നു പോകുന്നതിലും അവർ ഈ കാണുന്ന ഒന്നൊരു കാര്യമായിട്ട് എടുക്കാതെ അങ്ങനെ അങ്ങ് പോവാണ്. ഡെറി ടൗണിലെ എല്ലാ എണ്ണത്തെയും നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ് ഈ പെന്നിവൈസ് ദ ഡാൻസിങ് ക്ലൗൺ. ഹെൻറി ഒരു കത്തിയെടുത്ത് ബെന്നിൻ്റെ വയറ്റിൽ പോറിക്കുന്നതോടെ വിഷയമായി ഒരു ചവിട്ട് വെച്ചു കൊടുത്ത് പാലത്തിൽ നിന്ന് വീണ് ജീവനം കൊണ്ട് ഓടുന്ന വഴിക്ക് എത്തിയതാണ് ഇപ്പോൾ ബില്ലിനും സംഘത്തിനും മുന്നിൽ. വയറ് മുറിഞ്ഞിരിക്കുന്നത് കണ്ട് അവരപ്പോൾ തന്നെ അവനെ ടൗണിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിനിടയ്ക്ക് പിറകെ പിടിക്കാനോടിയ ഹെൻറിക്കും സംഘത്തിനും മിസ്സായത് ആ കത്തി അവൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴാണ്. അച്ഛനെ പേടിയാണ് ഹെൻറിക്ക്. കത്തി പോയ കാര്യം അങ്ങനെ കാണോ അറിഞ്ഞാൽ പിന്നെ അത് മതിയെന്ന് അവനത് തിരയാൻ നിന്നിട്ട് ബെന്നിനെ പിടിക്കാനായിട്ട് രണ്ടുപേരെ പറഞ്ഞു കൊടുത്തു. അതിലൊരുവൻ പാട്രിക്. അവൻ നടന്നു കടന്ന് ഒരഴുക്ക് ചാലിൻ്റെ ഓപ്പണിങ്ങിൽ നിൽക്കെ ഉള്ളിൽ തട്ടുമുട്ടും കേട്ട് ബെന്നാണെന്ന് കരുതി ലൈറ്റും കത്തിച്ചുകൊണ്ട് പോകുമ്പോൾ ആരൊക്കെയോ നിന്ന് അവനെ പേര് വിളിക്കുന്ന പോലെ. നോക്കുമ്പോഴോ കുറേ പിള്ളേർ മുറിഞ്ഞഴുകി വികൃതമായി നിൽക്കുന്നു. ഞെട്ടിത്തെറിച്ചോടുന്ന പാട്രിക് ചെന്നെത്തുന്നത് ഒരു ഡെഡ് എൻഡിലേക്ക്. നമ്മുടെ ലിലിയെ പോലെ സ്റ്റക്കായി നിൽക്കുമ്പോൾ ഒരു ബലൂൺ ഐ ലവ് യു ഡെറി എന്ന് പറഞ്ഞിട്ട് തൊട്ടുപിറകിലായി പാട്രിക്കിനെ പെന്നിവൈസ് വിഴുങ്ങിയിരിക്കുകയാണ്. ബെന്നിനെ എന്തായാലും ടൗണിലെ ഒഴിഞ്ഞൊരു ഇടത്ത് കൊണ്ട് നിർത്തി റിച്ചിയെ നോക്കാൻ ഏൽപ്പിച്ച് മറ്റേ 3 പേരും കൂടി മെഡിക്കൽ സ്റ്റോറിലേക്ക് വെച്ച് പിടിക്കുന്നു. ബാൻഡേഡും ഫസ്റ്റ് എയ്ഡ് കിറ്റും ഒക്കെ മേടിക്കാൻ. കീൻസ് ഫാർമസി ഡെറിയിൽ ജനിച്ചു വളർന്ന കീനിൻ്റെ സ്വന്തം മെഡിക്കൽ സ്റ്റോറാണ്. അവിടെ തന്നെ ബെവർലി നിൽപ്പുണ്ട്. അവളൊരു സാനിറ്ററി പാഡും എടുത്ത് പരിങ്ങി വരുമ്പോഴാണ് ഇവർ മുന്നിൽ നിൽക്കുന്നത്. ഇരുകൂട്ടരും പരങ്ങി നിൽക്കുകയാണ്. കാരണം ബില്ലിനും ടീമിനും മരുന്ന് മേടിക്കാനുള്ള പൈസ തികച്ചില്ല, കമ്മിയാണ്. ഒരേ സ്കൂളായതുകൊണ്ട് ഇവർക്കറിയാം പരസ്പരം, വലിയ സംസാരമൊന്നും ഇല്ലെങ്കിലും. ഇതിന് ബിവർലി കണ്ടെത്തുന്ന ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ഫാർമസിയിലെ കീൻ ഒരു പഞ്ചാരിയാണ്, ഒലിപ്പീര കൃഷി. ബെവർലി എന്നിട്ട് അയാളുടെ കുഴഞ്ഞാടി ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന തക്കത്തിന് ചെക്കന്മാർ അവിടുന്ന് മെല്ലെ പൈസ കൊടുക്കാതെ എസ്കേപ്പ് ആവുന്നു. അങ്ങനെ ബെന്നിൻ്റെ മുറിവ് വെച്ച് കെട്ടവേ ആരെങ്കിലും വരുന്നത് നോക്കി നിൽക്കുന്ന ബില്ലി ബെവർലി വരുന്നത് കണ്ട് ആ ഒരു കാഴ്ച കണ്ട് അങ്ങനെ ലീഡ് പൊട്ടി നിൽക്കുവാണ്.
ബെന്നിനെ ഇവൾക്കറിയാലോ, നമ്മൾ മുന്നേ കണ്ടതല്ലേ. എന്താ പറയുന്നൊക്കെ തിരുക്കി ഇത് ഹെൻറി പറ്റിച്ച് പണിയാണെന്ന് അറിഞ്ഞ ശേഷം പരിചയപ്പെട്ട് പോകാൻ നേരം ബില്ലി അടുത്ത ദിവസം കോറിയയിലേക്ക് പോകുന്നുണ്ടെന്നും വരുന്നതെന്നും ചോദിച്ചു വിളിക്കുന്നു. അവളൊന്നും പറയാതെയാണ് പോയിരിക്കുന്നത്. പക്ഷേ ഈ ബേർലി പുറമെ ഇങ്ങനെയൊക്കെ ഒരു ഫ്രീ ടൈപ്പ് ആണെങ്കിലും അവളുടെ ജീവിതം വളരെ വളരെ മോശമാണ്. അമ്മയില്ലാത്ത മകളെ ചേർത്ത് പിടിക്കേണ്ട അച്ഛൻ തന്നെയാണ് ബേർലിയുടെ ഏറ്റവും വലിയ വില്ലൻ. ലൈംഗിക ചൊവ്വയുടെ മകളെ കാണുന്ന ഒരു നീചനാണ് അയാൾ. അവളുടെ മുടിയൊക്കെ മണപ്പിക്കുന്നതിൻ്റെ വെറുപ്പിലാണ് അവൾ നീട്ടി വളർത്താത്തത് പോലും. ബേർലിയുടെ അമ്മയ്ക്ക് എന്താണ് പറ്റിയത്, നിങ്ങൾ പറ. ചെക്കന്മാരാകട്ടെ പറഞ്ഞ പോലെ അണ്ടർവെയർ വിട്ട് കോറിയിലെ കുളത്തിൽ ചാടാൻ നിൽക്കുവാണ്. അതിന് മുന്നേ ഒരു കളിയുണ്ട്, ആരേറ്റവും ദൂരത്തിൽ തുപ്പുന്നു നോക്കുന്ന കളി. എന്ത് പറയാൻ, യുവമാരെയൊക്കെ എങ്ങനെ കഴിച്ചു വിട്ടേക്കുക. ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു. ബെവർലിയും അവിടേക്ക് എത്തി ആദ്യം തന്നെ എടുത്തു ചാടി. അങ്ങനെ ബില്ലിയുടെ കൊച്ചു സംഘം മെല്ലെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കുളത്തിൽ നീന്തിയും അറുമാദിച്ചുമൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്തും ആരുടെയൊക്കെ കാലിൽ ആമ വന്ന് ഒരസിപ്പോയി അങ്ങനെ കരയ്ക്ക് കയറി റെസ്റ്റ് എടുക്കുമ്പോൾ ഒരു സംഭവം നമ്മൾ കാണുവാണ്. പുരുഷ കേസരികളെല്ലാം ബെവർലി നോക്കി ആസ്വദിക്കുന്നതല്ല. ഈ ബെൻ വായിക്കാൻ നല്ല താല്പര്യമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഡെറിയുടെ ചരിത്രശേഖരങ്ങൾ കുറേയൊക്കെ ലൈബ്രറിയിൽ നിന്ന് കളക്ട് ചെയ്തെടുത്തിരുന്നു. ഒരു വിനോദത്തിന് വേണ്ടിയാണ്. പക്ഷേ ഡെറിയുടെ ഹിസ്റ്ററി ഒന്നും ശരിയല്ല. രാജ്യത്തിൻ്റെ ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മിസ്സിംഗ് കേസ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ ഡെറി. അതും മുഖ്യമായി കുട്ടികളെയാണ് കാണാതാവുന്നത്. ഇവിടെ നടന്നിരിക്കുന്ന വൻ ദുരന്തങ്ങളിലൊന്നിൻ്റെ ന്യൂസ് പേപ്പർ ഫോട്ടോ കണ്ടിട്ട് സ്റ്റാൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ബ്ലാക്ക് സ്പോട്ട് ദുരന്തമെന്ന്. എന്താ അത്? 1962 വേര് പിടിച്ച വെള്ളക്കാരുടെ ഒരു വർഗീയ ആക്രമണം. ഒരു ഷെഡ് മൊത്തം കത്തിച്ച് ചുട്ടഴിച്ച വഴിക്ക് നമ്മുടെ റിച്ചിയും പോയി പാവം. കൂടാതെ മറ്റു 2 ദുരന്തം അയൺ വർക്ക്സ് എക്സ്പ്ലോഷനും പിന്നെ ബ്രാഡ്ലി ഗാങ് മസാക്കറും. 1935 ഡെറിയിലെ ജനങ്ങൾക്ക് ഹാലിളകി 2 ഗ്യാങ്സ്റ്റേഴ്സിനെ കൊന്ന ഡെറിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള ദുരന്തം. ഈ ബ്രാഡ്ലി ഗാങ് മസാക്കറിലെ ചില പോസ്റ്റേഴ്സാണ് മുന്നേ ബെന്നും റിച്ചിയും നിന്നപ്പോൾ പിറകിലെ ഭിത്തിയിലായി കണ്ടത്. ഡെറിയെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ചോദിച്ച് ബെൻ അങ്ങനെ ഇവരെല്ലാം അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചെക്കൻ നല്ല തല പൊകിക്കുന്ന സ്വഭാവക്കാരാണെന്ന് അവൻ്റെ മുറി കണ്ടു തന്നെ മനസ്സിലാക്കുന്നതോടൊപ്പം ഡെറി എന്ന ഈ ടൗൺ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചും അവൻ്റെ അറിവുകൾ പങ്കുവയ്ക്കുന്നു. പണ്ട് ഈ ഡെറി എന്നത് ബീവർ എന്ന എലിവർഗത്തിൽപ്പെട്ട മൃഗങ്ങളെ പിടികൂടാനുള്ള ഒരു താവളമായിരുന്നു. 91 പേർ ഒരുമിച്ച് ഒരു പ്രമാണം ഒപ്പിടിച്ചതിലൂടെയാണ് ഈ ഡെറി ഒരു ടൗണായി എസ്റ്റാബ്ലിഷ് ആകുന്നത്. എന്നാൽ പിന്നീട് സംഭവിച്ചതോ, തുടർന്നുണ്ടായ മഞ്ഞുകാലത്ത് ഒരു ദിവസം ഈ 91 പേരെയും ഒരുമിച്ച് കാണാതായി. എന്തുണ്ടായെന്ന് ആർക്കും ഇതേവരെ അറിയില്ല. ചിലർ ഇതെല്ലാം ഡെറിയിലെ തന്നെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി നടത്തിയ എന്തോ ആക്രമണം മൂലമാണെന്ന് വിശ്വസിച്ചു. പക്ഷേ ഒരറ്റാക്ക് നടന്നതിൻ്റെ യാതൊരു ലക്ഷണവും അവിടെ എങ്ങും ഇല്ലായിരുന്നു. അന്നാകെ കിട്ടിയ തെളിവുകൾ ഇവരുടെയൊക്കെ വസ്ത്രങ്ങളുടെ ശേഷിപ്പുകളും. അതെല്ലാം അവിടെ ഇവിടെ കിടന്ന് കൊണ്ടെത്തിച്ചത് ഒരു വെൽ ഹൗസിനടുത്തേക്കും. വെൽ ഹൗസ് ഏതാണെന്ന് മനസ്സിലായല്ലോ, നെയ്ബോർഡ് സ്ട്രീറ്റിലെ ആ ഹോണ്ടഡ് ഹൗസ്. പെന്നിവിടെ ഇത്രയൊക്കെ പറയുന്നുവെങ്കിലും ഇതെല്ലാം കേൾക്കുമ്പോൾ തോന്നുന്നത് തീർച്ചയായും പെന്നിവൈസിൻ്റെ കളികൾ തന്നെ, അല്ലാതെ ഇന്ത്യൻസിനെ ഒന്നുമല്ല. ഒരുപക്ഷെ ഡെഡ് ലൈസിലൂടെ ആ 91 പേരെയും കുടുക്കിയതായിരിക്കാം, അല്ലെങ്കിൽ കൊന്നു തിന്നതുമാകാം. എന്തായാലും ബെന്നിൻ്റെ സംസാരം കേൾക്കുന്ന ബില്ലിക്ക് ഈ വെൽ ഹൗസ് എവിടെയാണെന്ന് അറിയാൻ താല്പര്യം ജനിക്കുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, അനിയൻ ജോർജി തേടി അങ്ങോട്ടേക്കും പോകാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂൾ തുറന്ന് കുറച്ച് നാൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി. പിന്നെ അങ്ങോട്ട് ഈ ലൂസേഴ്സിലെ ഓരോരുത്തർക്കും ഓരോ വിഷൻസ് വരാൻ തുടങ്ങുവാണ്. നമ്മുടെ എഡ്ഡി ക്ലാസ് കഴിഞ്ഞ് നെയ്ബോൾ സ്ട്രീറ്റിലുള്ള ആ പറഞ്ഞ വെൽ ഹൗസിനടുത്തൂടെ നടന്നു പോകുമ്പോൾ ഹോണ്ടഡ് ഹൗസ് എന്ന് നാട്ടുകാർ പറയുന്നതുകൊണ്ട് തന്നെ പേടിച്ചാണ് അവൻ പോകുന്നത്. ടെൻഷൻ കയറി ഒരു പില്ല് കഴിക്കാനെടുത്ത് തറയിൽ വീണ് എടുക്കാൻ നോക്കുമ്പോഴോ വികൃതമായ ഒരു കുഷ്ഠരോഗി എഡ്ഡി ഇട്ട് ഓടിച്ച് വെൽ ഹൗസിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറ്റുന്നതോടെ പേടിച്ചു നോക്കുമ്പോൾ അവിടെ പെന്നിവൈസ് ക്ലൗൺ നിൽക്കുന്നു. അടുത്ത് കയറാൻ പറഞ്ഞ് രൂക്ഷമായി ചിരിക്കുന്നുണ്ട്. അവൻ പേടിച്ചോടുമ്പോൾ വില്ലിക്കുണ്ടാകുന്ന വിഷനാകട്ടെ ജോർജിയുടേത്. വീട്ടിൽ മകൻ്റെ നഷ്ടപ്പെടാനുള്ള വേനലിൽ നിന്ന് ഇനിയും മുക്തമായിട്ടില്ല ബില്ലിയുടെ പേരൻസ്. ജോർജിയുടെ മുറിയിൽ ലൈറ്റ് കണ്ടാണ് അവൻ അവിടേക്ക് പോയിരിക്കുന്നത്. പെട്ടെന്ന് ആരോ എത്തി നോക്കുന്ന നെല്ല് കണ്ട് അതിൻ്റെ കാൽപ്പാട് പിന്തുടർന്ന് ബേസ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ മൊത്തം വെള്ളം. നോക്കുമ്പോൾ ജോർജി ആ പോയ പോലെ അവിടെ ഒളിച്ചിരുന്ന് ചേട്ടനോട് ക്ഷമ ചോദിക്കുവാണ്. അടുത്തേക്ക് വരാൻ വിളിച്ചങ്ങനെ നിൽക്കെ വെള്ളത്തിൽ നിന്ന് പെന്നുവൈസം പ്രത്യക്ഷപ്പെട്ട് അടുത്തേക്ക് ഇഴച്ചു വരുന്നതോടെ അവനോട് രക്ഷപ്പെടുന്നു. ബെവർലിയുടെ കാര്യത്തിൽ അവൾ സ്കൂളിൽ പോയി തിരികെ എത്തി ബുക്ക് എടുത്ത് മാറ്റുന്നതിനിടയ്ക്ക് ബെന്നിൻ്റെ ആ പ്രണയ കവിത അവനെപ്പോഴും അറിയാതെ ബാഗിലിട്ടതാണ്. അത് കിട്ടി വായിക്കുന്നു. പക്ഷേ പ്രശ്നം അതിൽ പേരില്ലാത്തതുകൊണ്ട് അത് ബില്ലിയാണെന്ന് അവൾ കരുതി. അങ്ങനെ ഇരിക്കെ വാഷ് ബേസിൻ്റെ ഓവിന്ന് ശബ്ദം കേൾക്കുന്നു. ലിലിയും റോഡിയും ഒക്കെ കേട്ട പോലെ തന്നെ. അവിടെ മാറ്റിയാണെങ്കിൽ ഇവിടെ കാണാതായ ബെറ്റിയും പാട്രിക്കുമൊക്കെ. ബെവർലി നേരെ പോയി ഒരു ടേപ്പ് എടുത്ത് അതിലേക്ക് വലിച്ചിറക്കി നോക്കുമ്പോൾ അത് തട്ടി നിൽക്കുവാണ്, വേറൊന്നുമില്ല. അങ്ങനെ തിരിച്ചെടുക്കുന്നതും മുടിയും ചോരയൊക്കെ ആയിട്ട് വന്ന് ആ ഓവിന്ന് പിന്നെ ചോര പൊട്ടി ഒഴുകുകയാണ്. നിമിഷ നേരം കൊണ്ട് ആ ബാത്റൂം മൊത്തം രക്തത്താൽ മൂടുമ്പോൾ അതിൽ ബെവർലിയും ഫുൾ റെഡായി കിടന്ന് അലറി വിളിക്കുന്ന കേട്ട് അവളുടെ ഡാഡി വന്ന് നോക്കുമ്പോൾ ഇവിടെ വീണ്ടും ഞെട്ടുന്നത് അയാൾക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. എല്ലാം നോർമലാണ്, ചോര ഒന്നുമില്ല. ഇതോടെ അവൾ അപ്സെറ്റായി. ഇനി ഇതാരോട് പറയും? അതാ എത്തിയിരിക്കുന്നു നമ്മുടെ പുരുഷ കേസരികൾ. ബെവർലി അവരെ ഒരു കാര്യം കാണിക്കാമെന്ന് പറഞ്ഞ് വിളിപ്പിച്ച് ആ ബാത്റൂം കൊണ്ട് കാണിക്കുമ്പോൾ ഫുൾ രക്തമയമായിരിക്കുന്നത് ഇവരെല്ലാം കണ്ട് അന്തം വിടുവാണ്. അപ്പോൾ പിന്നെ അവളുടെ ഡാഡി എന്തുകൊണ്ട് ഇത് കണ്ടില്ല?
കാരണം മറ്റൊന്നുമല്ല, പെന്നിവൈസിൻ്റെ സൈക്കിക് എബിലിറ്റി വെച്ച് മൈൻഡിനെ സ്വാധീനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇല്യൂഷനാണത്. മുന്നേ റോണിയും അവളുടെ മമ്മിയെ കണ്ട് പേടിച്ച് ഓർമ്മയില്ലേ? ഹാങ് ഓടിയെന്ന് നോക്കുമ്പോൾ ആരുമില്ല. അതുതന്നെ ഇതും. പിന്നെ പിള്ളേരെല്ലാം കൂടി ചോരയെല്ലാം കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കി ബില്ലിയും ബെവർലിയും മാത്രമായി നിൽക്കെ അവൾ ആ കവിതയിലെ വാക്കുകൾ പറയുന്നത് കേട്ട് ബില്ലി വണ്ടടിക്കുന്നുണ്ട്. അപ്പോൾ ആ എഴുത്ത് അവനല്ല എഴുതിയതെന്ന് മനസ്സിലാക്കുന്നു. വൈകാതെ തന്നെ എഡ്ഡിക്കും ബില്ലിക്കും ഇതേപോലെ ദുരനുഭവം ഉണ്ടായതായി പറഞ്ഞു നടക്കുകയാണ് റോഡിൻ്റെ ഓരത്തായി നമ്മുടെ മൈക്ക് ഹാൻലറിൻ്റെ സൈക്കിളും ഹെൻറി ബോവേഴ്സ് ഗ്യാങ്ങുമായി കറങ്ങുന്ന കാറും കാണുന്നത്. കണ്ടാൽ തന്നെ അറിയാം എന്തോ പ്രശ്നമാണ്. എന്താണെന്നറിയാം പിള്ളേർ ഓടിച്ചെല്ലുമ്പോൾ സംഭവം ഫാമിൽ നിന്ന് ആർക്കും ആട്ടിറച്ചിയായിട്ട് പോയതായിരുന്നു മൈക്ക്. അവനെ പിടിച്ച് അരുവിക്കടുത്ത് കിടത്തി ആ പച്ചമാംസം തിന്നടാന്ന് പറഞ്ഞ് തലയ്ക്ക് പിടിച്ച് അമർത്തുവാണ്. ഇന്നേരം മൈക്കിൻ്റെ മുന്നിൽ പെന്നിവൈസിൻ്റെ ഒരു വിഷൻ വരുന്നുണ്ട്. ഏതോ കുട്ടിയുടെ കൈയുമായിരുന്നു നോക്കുന്നത്. വൈകാതെ പിള്ളേരെത്തി നെറിയോട്ടന്മാരെ കല്ലെടുത്തെറിഞ്ഞ് അവർ തിരിച്ചറിഞ്ഞങ്ങനെ ഒരു തരത്തിൽ ഓട്ടിക്കുന്നു. ഹെൻറി ആവശ്യനായി കിടന്നു പോകുന്നതോടെ അവിടുന്ന് വലിയുമ്പോൾ അങ്ങനെ ഇപ്പോൾ 7 പേരുമായിരിക്കുവാണ് ലൂസേഴ്സ് ക്ലബ് ഗ്യാങ്ങിൽ. മൈക്കുമായി അടുപ്പമൊന്നുമില്ലെങ്കിലും അവർ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അടുപ്പവുമായി. റീസെൻ്റ്ലി മിസ്സിംഗ് ആയ ഒരു ആൺകുട്ടിയുണ്ട്, എഡ്വാർഡ്. അവൻ്റെ ഒരു കൈ കടിച്ചു കയറിയ നിലയിൽ വാട്ടർ ടൗൺ അടുത്ത് നിന്നായി കണ്ടെത്തിയെന്ന് മൈക്ക് ഹാലൺ പറയുമ്പോൾ അപ്പോൾ ഇക്കാര്യം ഉള്ളിലുണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടായത്. അവിടെ വെച്ച് ബെൻ അവൻ്റെ റിസർച്ചിൽ കണ്ടുപിടിച്ച ഒരു കണ്ടെത്തൽ പറയുന്നുണ്ട്. 1908 അയൺ വർക്ക്സ് ദുരന്തം, 35 ബ്രാഡ്ലി ഗ്യാങ് കൂട്ടക്കൊല, 62 ബ്ലാക്ക് സ്പോട്ട് നീച്ചതയും. ഇത് വെച്ച് നോക്കിയാൽ എല്ലാ 27 വർഷവും കൂടുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ 1989 ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് കാരണം വീണ്ടും 27 വർഷം പൂർത്തിയായിരിക്കുന്നു. മൈക്കിൻ്റെ മുത്തച്ഛൻ നമ്മുടെ ലെറോയ് ഹാൻലൻ അവനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഈ ഡെറി ടൗണിനെയൊക്കെ ഒരു ശാപം ബാധിച്ചിട്ടുണ്ട്, ഒരു നീചശക്തി. അതാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത് എന്നാണ്. ദാറ്റ് ഈസ് ഇറ്റ്. ഓരോരുത്തരുടെയും മനസ്സിലെ പേടി മനസ്സിലാക്കി ആ ഒരു രൂപത്തിൽ അവിടെ മുന്നിലേക്ക് എത്തി ഭയം ജനിപ്പിക്കുന്നതാണ് അതിൻ്റെ ഹോബി. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ റിച്ച് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഓരോ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൈക്കിന് അവൻ്റെ മാതാപിതാക്കളുടെ പൊള്ളിയ ശരീരം കണ്ടുണ്ടായ വിഷൻ. ബെവർലിയുടേത് കണ്ടില്ലേ, ബാത്റൂമിലെ രക്തച്ചാട്ടം. ബില്ലിക്ക് ജോർജിയുടെയും, എഡ്ഡിക്ക് കുഷ്ഠരോഗം ബാധിച്ചവൻ്റെയും, ബെന്നിന് തലപോയ ചെക്കൻ്റെയും, സ്റ്റാൻലിക്ക് ഒരു പെയിൻറ്റിങ്ങിൻ്റെയും. ഇനി റിച്ചി മാത്രമേ ബാക്കിയുള്ളൂ. അവനാണെങ്കിൽ ഏറ്റവും പേടി ക്രൗൺ വേഷം ധരിച്ചവരെ കാണുന്നത്. ബെന്നിൻ്റെ കയ്യിൽ ഡെറിയുടെ പഴയകാല മാപ്പിൻ്റെ ഒരു സ്ലൈഡുണ്ട്. അതും പുതിയ മാപ്പും വെച്ച് നോക്കി കണ്ടെത്തുന്നൊരു കാര്യം, ഈ ബ്ലാക്ക് സ്പോട്ടും ബ്രാഡ്ലി ഗ്യാങ് മസാക്കറും അയൺ വർക്ക്സ് പ്രശ്നങ്ങളെല്ലാം നടന്നിരിക്കുന്നതിൻ്റെ അടുത്തായി വലിയ അഴുക്ക് ചാലുകളുണ്ട്. ഈ ചാലുകളെല്ലാം ചെന്ന് കണക്റ്റ് ആവുന്ന ഒരേ ഒരിടം എവിടെയാണത്? അത് തന്നെ വെൽ ഹൗസ്. ഈ പേര് കേൾക്കുന്നതും എഡ്ഡിക്ക് വെപ്രാളം കയറുവാണ്. കാരണം മുന്നേ അവിടെ വെച്ചല്ലേ അവനൊരു റിയൽ നൈറ്റ് മെയർ ഉണ്ടായത്. അവിടേക്ക് പോകുന്നതിനെപ്പറ്റി ചിന്തിക്കുകയോ വേണ്ട നലച്ചുകൊണ്ട് നിൽക്കെ ആ പ്രൊജക്ടർ താനേ വർക്കാവുന്നു. ഫോട്ടോസ് മാറി വന്ന് അതിൽ ബില്ലിയുടെ ഫാമിലി ഫോട്ടോ. അവൻ്റെ മമ്മിയുടെ സ്ഥാനത്ത് നോക്കുമ്പോൾ കാണാം പെന്നിവൈസിൻ്റെ മുഖം. അത് വീണ്ടും ഭീകരമായി വരുന്നതോടെ പ്രൊജക്ടർ തട്ടിത്തെറിപ്പിച്ചിട്ടും ആ ക്ലൗൺ ഫോട്ടോ അങ്ങനെ നിന്നിട്ട് പിള്ളേരെ വൻതോതിൽ പേടിപ്പിക്കുന്നതും അവർ പുറത്തേക്ക് ഇറങ്ങുന്നതോടെ സ്ഥിതി ശാന്തമാവുന്നു. പേടിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ഈ പെന്നിവൈസ് പഹയൻ വെറുതെ കളയില്ല. ബില്ലി എന്തായാലും വെൽ ഹൗസിൽ പോയി ജോർജി അവിടെ ഉണ്ടോ നോക്കാനുള്ള തീരുമാനത്തിലാണ്, ആര് വന്നാലും ഇല്ലെങ്കിലും. അങ്ങനെ നെയ്ബോർഡ് സ്ട്രീറ്റിലേക്ക് എത്തി അവൻ കയറുന്നതും ക്ലബിലെ ബാക്കിയുള്ളവരും എത്തുകയാണ്. അവനെ അപകടത്തിലേക്ക് ഒറ്റയ്ക്ക് ചാടിക്കരുതല്ലോ. അങ്ങനെ അവിടെ ഒരു ഡിസിഷൻ എടുത്ത് 3 പേരെ പുറത്ത് ഒരു കരുതലായി നിർത്തി ബില്ലി റിച്ചിക്കും എഡ്ഡിക്കുമൊപ്പം ഉള്ളിലേക്ക് കയറുന്നു. റിച്ചിക്ക് പ്രശ്നം അവിടെ തുടങ്ങുവാണ്. പൊടി പിടിച്ച് കിടക്കുന്ന ആ വീട്ടിലായി അവന് തന്നെ കാണുവാനില്ലെന്നുള്ളൊരു പോസ്റ്റർ. ഇതുകൊണ്ട് പരിഭ്രാന്തിയിലാകുന്ന അവനെ ബില്ലി ഇതെല്ലാം ആ സാധനത്തിൻ്റെ ഓരോ ട്രിക്കുകളാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക മുകളിലൊരു പെണ്ണിൻ്റെ അലർച്ച രക്ഷിക്കെന്നും പറഞ്ഞ് മെല്ലെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ബെറ്റിയാണ്, കാണാതെ പോയിട്ടുള്ള ആ പെൺകുട്ടി. പെട്ടെന്ന് എന്ത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന കണ്ട് മൂവര് നടക്കുമ്പോൾ എഡ്ഡി പിറകിൽ നിന്നാരോ വിളിക്കുന്ന പോലെ. ഒടുവിൽ സംഭവിക്കുന്നതോ അവർ രണ്ടൊരു മുറിയിലായി തന്നെ ലോക്കാവുന്നു, എഡ്ഡി ഒറ്റയ്ക്കും. അവന് വീണ്ടും കുഷ്ഠരോഗിയുടെ പേടിപ്പിക്കൽ വന്ന് താഴേക്ക് വീഴുന്നതും പാവത്തിൻ്റെ കൈ ഒടിയുന്നു. മുറിക്കകത്ത് പറ്റിയില്ല, അതൊരു കളിപ്പീരായിരുന്നു. റിച്ചി എഡ്ഡിയെ പോലെ ആരോ വിളിക്കുന്നത് കണ്ട് തൊട്ടടുത്തുള്ള മുറിയിൽ കയറവേ അതും ലോക്കാവുന്നു. പിന്നെ അവന് പെരുന്നാളാണ്. അത് ഈ മൊത്തവും ക്ലൗണിൻ്റെ കുറേ രൂപങ്ങൾ. ഇതെല്ലാം കണ്ട് ഫ്രീസായി നിൽക്കെ റിച്ചിയെ കണ്ടുകിട്ടി എന്നൊരു പോസ്റ്ററുള്ള പെട്ടി തുറക്കുമ്പോൾ അതിലവൻ്റെ ചീഞ്ഞളഞ്ഞ പോലത്തെ കളിപ്പാട്ടം. അതടയ്ക്കുന്നതും എങ്ങനെയൊക്കെയോ പുറത്തു കിടക്കുമ്പോൾ പെന്നിവൈസിൻ്റെ അടുത്ത പ്രകടനം എഡ്ഡിക്ക് മുന്നിലുള്ള കബോർഡിൽ നിന്ന് എങ്ങനെയാണ്ടൊക്കെയോ ഇറങ്ങി വന്ന് അവനടുത്തേക്ക് എത്തി കൊതിയൂറി തിന്നാനായി വാ തുറക്കുന്നതും മറ്റു രണ്ടുപേരും എത്തുകയാണ്. അവിടെ നിനക്ക് പാഞ്ഞെടുക്കുന്ന അതേ സമയം തന്നെ ബെവർലി വന്നിട്ട് ഒരൊറ്റ കയറ്റി. ആ ഭീകരരൂപം കൂടുതൽ ഭീകരമാകുന്നതോടെ ഓടി നടന്നൊരു ആക്രമണം നടത്തി ബെന്നിൻ്റെ വയറും പോത്തി തിരിച്ചു പോകുന്നു. ധൈര്യത്തോടെ ബില്ലി പിറകെ പോയി നോക്കുമ്പോൾ കാണുന്നത് വീട്ടിനുള്ളിലെ കിണറിലേക്ക് ഇറങ്ങി പോകുന്നതും ഡിക്കും ഹാലണുമൊക്കെ പണ്ട് തിരച്ചിൽ നടത്തിയ അതേ കിണർ. അങ്ങനെ ആ വീട്ടിൽ നിന്ന് പുറത്തു കടന്ന് പിന്നെ പ്രശ്നങ്ങളൊരു ചാകരയാണ്. എഡ്ഡിയുടെ കൈയൊടിച്ച് നാശങ്ങളെന്ന് പറഞ്ഞ് അവരെ ശപിച്ച് അവൻ്റെ അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതിന് പിറകെ റിച്ചി ബില്ലിയുമായി അടിയിടുന്നു. കാരണം അവൻ പിടിവിട്ട് ജോർജ് മരിച്ചെന്നും തേടുന്നൊക്കെ വെറുതെയാണെന്നുമൊക്കെ പറഞ്ഞ് അത് ബില്ലിക്ക് വിഷമവും ദേഷ്യമായി. അങ്ങനെ ഒടുക്കം ലൂസേഴ്സ് ഗ്യാങ്ങിൽ വിള്ളൽ വീണ് അവിടെ അവരെല്ലാം സ്പ്ലിറ്റ് ആവുകയാണ്.
ഇതൊക്കെയാണ് പെന്നിവൈസിന് ആവശ്യം, എല്ലാവരെയും അകറ്റി ഒറ്റയ്ക്കാക്കുക. അങ്ങനെ അടുത്തൊരു മാസം ഒരു കളിച്ചിരിയുമില്ലാതെ പോയി അവരവരുടെ കാര്യങ്ങൾ നോക്കി നടന്ന് പോയിക്കൊണ്ടിരിക്കെ ഹെൻറി വെച്ച് പെന്നിവൈസ് ഒരു പണി ചെയ്യിപ്പിക്കുകയാണ്. അന്ന് ബെന്നിനെ പിടിക്കാൻ പോയപ്പോൾ മിസ്സായ കത്തി അവൻ്റെ വീടിൻ്റെ പോസ്റ്റ് ബോക്സ് വഴി തിരിച്ചെത്തുമ്പോൾ അതാരുടെ പരിപാടിയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒന്നാമതേ അവൻ്റെ അച്ഛൻ്റെ മേൽ നല്ല ദേഷ്യത്തിലിരുന്നായിരുന്നു. കാരണം കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് പോലീസുകാരനായ അവൻ്റെ അച്ഛൻ ഓസ്കർ ബോവേഴ്സ് ബീരു എന്ന് പറഞ്ഞ് കളിയാക്കിയതിൻ്റെ നല്ല ചുരുക്കുണ്ട്. ആ ദേഷ്യത്തിൽ കത്തിയുമായി വീട്ടിലേക്ക് എത്തുമ്പോഴോ ടി വിയിലെ പ്രോഗ്രാമിൽ ഡയറക്ടർ ഹെൻറിയോട് പറയുവാണ് അച്ഛനെ കൊല്ലാൻ. പെന്നിവൈസിൻ്റെ പ്രഭാവമാണത്. അങ്ങനെ അവൻ ആ ദുർബല നിമിഷത്തിൽ സ്വന്തം അച്ഛനെ കൊല്ലുന്നതും പിന്നെ ടി വിയിൽ എല്ലാവരെയും കൊല്ലുകൊല്ലെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന കണ്ട് അവന് തിളച്ചു കയറുമ്പോൾ ഇന്നേരം ബെവർലിയുടെ വീട്ടിൽ അവൾ ആണുങ്ങളുമായി കറങ്ങി നടക്കുന്നതിനെ ചോദ്യം ചെയ്ത് ഡാഡിയുമായി വഴക്കായി അടിയായി അങ്ങനെ ഓടി ബാത്റൂമിൽ കയറി നിൽക്കെ ബെവർലി ആ സാഹചര്യത്തിൽ കയ്യിൽ കിട്ടുന്ന ഒരു സംഭവം എടുത്ത് അയാളെ അടിച്ചു വീഴ്ത്തുന്നു. തിരിയുന്നതും പെന്നിവൈസ്. ബെവർലി അത് പിടിപിടിക്കുകയാണ്. ഇക്കാര്യം ആദ്യമായി അറിയുന്ന ബില്ലിയാണ്. മറ്റുള്ളവരുമായി വലിയ അടുപ്പമൊന്നും ഇല്ലെങ്കിലും അവരിവളുമായി അടുപ്പത്തിലായിരുന്നു. ബാത്റൂമിൽ അവളുടെ ഡാഡി വീട് നടക്കുന്നു, ഒപ്പം ചോരോണ്ട് എഴുത്തും. അവളെ തേടി വന്നാൽ നീയും തീരുമെന്ന് പറഞ്ഞിട്ട് ബില്ലി എന്ത് ചെയ്യുന്നു? ഇക്കാര്യം റിച്ചിയെയും എഡ്ഡിയും സകലരെയും അറിയിക്കുന്നു. കൂടുതലുള്ളവർ ആപത്തിൽപ്പെട്ടാൽ പിന്നെ അവർ ചുമ്മാ ഇരിക്കുമോ? അങ്ങനെ സംഘം വീണ്ടും രണ്ടും കൽപ്പിച്ച് വെൽ ഹൗസിലേക്ക് എത്തുകയാണ്. ആടിനെ കൊല്ലുന്ന തോക്കുമായി മൈക്കും കൂർത്ത കമ്പികളുമായി ബില്ലിയും പിന്നെ മറ്റുള്ളവരും കൂടി ഒരിക്കലും പിരിയതെന്ന് പറഞ്ഞ് അകത്തേക്ക് കിടക്കുവാണ്. കാരണം ഒരുമിച്ച് നിന്നാൽ ബലമാണ്. അതുകൊണ്ടാണ് പെന്നിവൈസ് അവരെ സ്പ്ലിറ്റ് ചെയ്യിക്കാനുള്ള മൈൻഡ് മാനിപ്പുലേഷൻ നടത്തുന്നത്. അങ്ങനെ കയർ സംഘടിപ്പിച്ച് കിണറ്റിലേക്ക് ഇറങ്ങി കാണുന്ന ഒരു അറയിലേക്ക് കയറുവാണ്. മൈക്ക് മുകളിൽ നിന്ന് കയറി പിടിച്ചു കൊടുക്കുന്നുണ്ട്. ബോധം വന്ന് എഴുന്നേൽക്കുന്ന ബെവർലി ഇന്നേരം ആ ഓടയ്ക്കുള്ളിൽ എവിടെയാണ്. കാണുന്ന കാഴ്ചയെല്ലാം വൻ ഭീകരം. പെന്നിവൈസ് ദ ക്ലൗൺ എന്നുള്ള ഒരു സ്റ്റേജ് പെട്ടിയും അപ്പുറത്തായി കുറേ ശരീരങ്ങൾ കൂനിയായി ഒഴുകിക്കൊണ്ടങ്ങനെ നിൽക്കുന്നു. ഈ സ്റ്റേജ് പെട്ടി പണ്ട് ബോബ് ഗ്രേ പെന്നിവൈസായി കാർണിവൽ സർക്കസ് നടത്തി വന്നിരുന്ന സംവിധാനമാണ്. അവിടെ ചെല്ലായിരുന്നോ ഈ എൻറ്റിറ്റി കുട്ടികളെ ആകർഷിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കി ബോബ് ഗ്രേ പിടികൂടി ആ രൂപം എടുത്തത്. ആ ഫ്ലോട്ട് ചെയ്യുന്ന ബോഡീസ് എല്ലാം പെന്നിവൈസിൻ്റെ ഇരകളാണ്. അവരുടെ ആത്മാക്കൾ അയാൾക്കുള്ളിൽ തന്നെ കിടന്ന് നരയിക്കുകയാണ് എന്നത് മറ്റൊരു സത്യം. ബവളിലേക്ക് മുന്നിലേക്ക് അതാ രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ട് പിടികൂടുന്നതിലും അവൾ തനിക്ക് പേടിയില്ലെന്നും പറഞ്ഞ് ധൈര്യത്തോടെ നിൽക്കുന്നത് പെന്നിവൈസിനൊരു ക്ഷീണമാണ്. വെൽക്കം ടു ഡെറിയുടെ ഒരു എപ്പിസോഡിൽ വില്ലൊരിക്കൽ പറഞ്ഞ പോലെ വേട്ടയാടുന്ന മൃഗങ്ങൾ ഇരയെ തിന്നും മുന്നേ നല്ല രീതിക്ക് പേടിപ്പിക്കാറുണ്ട്. കാരണം ആ ടൈമിലുണ്ടാവുന്ന അഡ്രിനാലിൻ റഷ് മൂലം ശരീരത്തിൽ നിന്നൊരു പ്രത്യേക ആസക്തിയുള്ള ഗന്ധം പുറപ്പെടുവിക്കും. അപ്പോൾ രുചി ഏറുമെന്നുള്ളത് കൊണ്ടാണ് പെന്നിവൈസ് കുട്ടികളെ കൊല്ലും മുമ്പ് ഭയപ്പെടുത്തുന്നത്. ഇപ്പോൾ അവൾക്ക് പേടിയില്ലെന്ന് പറയുന്നതും ഒന്ന് മണത്തു നോക്കി നിന്നെ ഞാൻ പേടിപ്പിക്കാമെന്ന് പറഞ്ഞ് ചെയ്യുന്നതോ ആ തല പിളർന്ന് അവളുടെ ആത്മാവിനെ അതിലേക്ക് വലിച്ചു കയറ്റുന്നു. ആ കാണുന്ന 3 ലൈറ്റുകൾ അതാണ് ഈ എൻറ്റിറ്റിയുടെ യഥാർത്ഥ രൂപം. ഡെഡ് ലൈറ്റ്സ് എന്ന് പറയുന്ന ആ പ്രകാശത്തിലേക്ക് അവളുടെ ആത്മാവും കയറുന്നതോടെ ബെവർലിയുടെ കണ്ണ് വെള്ളയെ മാറുന്നു. ഭ്രാന്ത് പിടിച്ച ഹെൻറി ഇവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി എല്ലാറ്റിനെയും കൊല്ലാനായി എത്തി മൈക്കിനെ ആക്രമിക്കുന്നു. അവനുമായി നടക്കുന്ന മൽപ്പിടുത്തത്തിൽ ഹെൻറിയെ കിണറിലേക്ക് തള്ളിയിട്ട് കൊല്ലുമ്പോൾ മുകളിൽ അടിപിടി കേട്ട് എന്താ നോക്കുന്ന ഗ്യാങ്ങിൽ നിന്നും സ്റ്റാൻലി വിട്ടുപോയിരുന്നു. അവന് തിരികെ മൈക്കും എത്തി. അങ്ങനെ ഗ്യാങ് ഒരുമിച്ച് ചെന്നെത്തുമ്പോഴോ ആ ഫോട്ടോയിലെ ഭയാനക രൂപത്തിലെത്തി പെന്നിവൈസ് അവനെ കടിച്ച് കൊല്ലാൻ ഒരുങ്ങുന്നു. ഇവരെ കാണുന്നതും അത് പിൻവാങ്ങുന്നതിന് പിറകെ സ്റ്റാൻലി രക്ഷപ്പെടുമ്പോൾ ജോർജിയുടെ രൂപമെടുത്ത് ബില്ലിയെ വശീകരിച്ച് കൊണ്ടെത്തിക്കുന്നത് ആ ശരീരങ്ങൾ കുമിഞ്ഞുകൂടി നിൽക്കുന്നിടത്തേക്കാണ്. ബെവർലിയും അവിടെ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന കണ്ട് താഴേക്ക് ഇറക്കാൻ ശ്രമിക്കുമ്പോൾ പക്ഷേ ജോർജ് അവിടെ തന്നെ ഒളിച്ചു കളിക്കുവാണ്. അവനെ രക്ഷിക്കാമെന്ന് അങ്ങനെ വീണ്ടും പിന്നാലെ പോകുമ്പോൾ ബാക്കിയുള്ളവരെത്തി ബെവർലിയുടെ അവസ്ഥ കാണുന്നു. ബെന്നിന് ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യ. അവർ ഒരു തരത്തിൽ പിടിച്ച് താഴേക്ക് ഇറക്കി വിളിക്കുമ്പോഴൊന്നും ഒരു അനക്കവുമില്ല. ഒടുവിൽ ബെൻ ചെയ്യുന്നതോ അവളെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുകയാണ്. അത്ഭുതമെന്ന് പറട്ടെ, നിമിഷങ്ങൾക്കുള്ളിൽ ബെവർലി നോർമലാവുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ലവ്, സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹത്തിന് ആ ഡെഡ് ലൈസിൽ പെട്ടവരുടെ കോൺഷ്യസ്നെസ്സിനെയും സോളിനെയും തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ബെന്നിൻ്റെ സ്നേഹത്തിൽ ബെവർലി തിരിച്ചെത്തുമ്പോൾ അവിടെ ബില്ലി ഒടുവിൽ ജോർജിയെ കണ്ടെത്തിയിരിക്കുകയാണ്. എനിക്ക് വീട്ടിൽ പോകണമെന്നും എല്ലാവരെയും മിസ് ചെയ്ത് കുറേ നാളെ വിഷമിച്ചിരിക്കുകയാണെന്നൊക്കെ കരഞ്ഞു പറയുന്നത് നോക്കി നിൽക്കെ ബാക്കിയുള്ളവരും എത്തുന്നു. ബില്ലിയും വളരെ ഇമോഷണലായി അനിയനോട് സന്തോഷിച്ചും സങ്കടമെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് ആ തോക്കെടുക്കുകയാണ്. നീ എൻ്റെ ജോർജ് അല്ലെന്ന് പറഞ്ഞിട്ട്. കാരണം അവൻ ആ കുവിഞ്ഞു ഓടിയെന്ന കാഴ്ച കണ്ടപ്പോഴേ അക്സെപ്റ്റ് ചെയ്തു ജോർജ് ഇനി തിരിച്ചു വരാൻ പോകണില്ലെന്ന്. വെടിവെക്കുന്നതും തെറിച്ചു വീഴുന്ന ബില്ലി ഉടൻ തന്നെ യഥാർത്ഥ രൂപത്തിലേക്ക് എത്തുന്നു. പിന്നെ അവിടെ പെന്നിവൈസിൻ്റെ ആക്രമണമാണ്. കുട്ടികൾ ശക്തമായി തന്നെ നേരിട്ട് ഒടുവിൽ ബില്ലിയെ പിടിയിലാക്കി ഇവനെ എനിക്ക് തന്നിട്ട് പോയാൽ നിങ്ങളെ ഒന്നും ചെയ്യില്ലെന്നും തിരികെ വിശ്രമത്തിലേക്ക് ഞാൻ പോകാമെന്നും പറയുന്നു. പിന്നെ നിങ്ങൾക്ക് കുറേ കൊല്ലം നല്ലൊരു ജീവിതം പേടിക്കാതെ ജീവിക്കാം. ഇന്ന് മയക്കാൻ നോക്കുന്നതിലും ദേ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. റിച്ചി തന്നെ അതിനെ കൊല്ലാൻ മുന്നിട്ടിറങ്ങുന്നതിന് പിന്നാലെ മൈക്കൊരു കുന്തമെടുത്ത് കുത്തിയുമൊക്കെ പെന്നിവൈസിനെ ശക്തമായി ഉപദ്രവിക്കുന്നതിലും അത് നശിക്കുന്നേയില്ല. ഓരോരുത്തരുടെയും ഭയത്തിൻ്റെ ഓരോ രൂപം എടുക്കുമ്പോഴും പിള്ളേരുടെ ധൈര്യത്തിന് മുന്നിൽ പതറിപ്പോകുന്ന അവസ്ഥ. ഒടുവിൽ ബില്ലി മനസ്സിലാക്കി പറയുവാണ്, നീ ബെവർലി ഒന്നും ചെയ്യാഞ്ഞത് അവൾക്ക് നിന്നെ പേടി തോന്നിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്കാർക്കും നിന്നെ കണ്ടിട്ട് ഭയം തോന്നുന്നില്ല. പക്ഷെ നീയാണിപ്പോൾ പേടിക്കുന്നത്. കാരണം ഇനി എന്ത് ഭക്ഷിക്കുമെന്നോർത്ത്. ഒരു ഭീരുവാണ് നീ എന്ന് പറയുന്നതും അത് മെൻ്റലി തളർത്തുന്ന പോലെ പെന്നിവൈസ് വീക്കായി നിൽക്കുന്നു. അവർ വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങുന്ന കണ്ട് പതറി തൊട്ടടുത്തുള്ള കിണറിലേക്ക് ചാടി നിൽക്കുന്നതിന് പിറകെ അവിടുന്ന് പിൻവാങ്ങുന്നു.
കാരണം ലോസേഴ്സ് എല്ലാം അവരുടെ ഭയത്തെ നേരിടുക തന്നെ ചെയ്ത് പെന്നിവൈസിനെ അറിഞ്ഞ പുറച്ച് ആക്രമിച്ചതിലൂടെ ഉള്ളിലെ യഥാർത്ഥ രൂപമായ ഓറഞ്ച് ലൈറ്റ്സിന് ക്ഷതമേൽക്കാനുള്ള സാധ്യത ഉണ്ടായി. ഇതോടെ തിരികെ ഓടയിലേക്ക് പോയി ഒളിക്കുന്നെങ്കിലും അത് നശിക്കുന്നില്ല എന്ന് ഉറപ്പാണ്. ഇനിയും വരും എന്നത് തീർച്ചയും. എന്തായാലും പെന്നിവൈസ് പറയുന്നതോടെ ആ ഒഴുകി നടന്നതിൻ്റെ ശരീരങ്ങളെല്ലാം മെല്ലെ താഴേക്ക് പതിക്കാൻ തുടങ്ങുന്നു. അവിടെ അടുത്തായി ജോർജിയുടെ ജാക്കറ്റ് കണ്ട് ബില്ലി മുടുക്കം അവൻ്റെ മരണം അക്സെപ്റ്റ് ചെയ്ത് പൊട്ടിക്കരഞ്ഞങ്ങനെ 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ബെവർലി ആ ഒരവസ്ഥയിലായിരുന്ന സമയത്ത് അവൾക്ക് നിർജീവമായൊരു ഫീലിംഗ് ആയിരുന്നു. ആ ഫീലിങ്ങിൽ കണ്ടൊരു കാര്യം, ഭാവിയിൽ ഈ ഗ്യാങ് എല്ലാം വലുതായി വീണ്ടും ഒരുമിച്ച് ആ ചാനലിനുള്ളിൽ നിൽക്കുന്നതായി. ഇതേക്കുറിച്ച് അവൾ ഗ്യാങ്ങിനോട് പങ്കുവയ്ക്കുമ്പോൾ അതെന്താണ് അങ്ങനെ ഒരു വിഷയം ഉണ്ടായെന്ന ഒരു പിടിയുമില്ല. പക്ഷേ നമുക്കറിയാം, മുന്നേ പറഞ്ഞില്ലേ, ഭാവി കാലം കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ആ ഡെഡ് ലൈറ്റ്സിന് മുന്നിൽ പെട്ടാൽ. ബില്ലി ഇവിടെ വെച്ച് എല്ലാവരുടെയും കൈമുറിച്ച് രക്തത്തിന് മേലൊരു ശബ്ദമെടുക്കുകയാണ്. ഇനി വീണ്ടും ആ സാധനം തിരികെ വന്നാൽ അതെപ്പോഴായാലും നമ്മളുള്ള കാലത്താണെങ്കിൽ എവിടെയായിരുന്നാലും തിരികെ ഇവിടെ എത്തിയിരിക്കും. അങ്ങനെ അവർ ഓരോരുത്തരായി പിരിയുമ്പോൾ ബെവർലി ഇനി അവളുടെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാണ്. ഡാഡി മരിച്ചിട്ടില്ലെങ്കിലും ഇനി അയാളുടെ കൂടെ ജീവിക്കാൻ വയ്യ. ആൻറ്റിയുടെ വീട്ടിലാകുമ്പോൾ എത്ര കാലം വേണമെങ്കിലും കുഴപ്പമില്ലാതെ ജീവിക്കാം. അങ്ങനെ പോകുന്നതിന് മുന്നേയായി ബില്ലിയുടെ സ്നേഹം അവളെ ഒരു ചുംബനത്തിലൂടെ അറിയിക്കുന്ന ആ നിമിഷത്തിൽ ചങ്ങായിമാരെ ഇറ്റിൻ്റെ താണ്ഡവത്തിന് താൽക്കാലികമായി ഒരു ശമനം ഉണ്ടാവുകയാണ്. ഇവരെല്ലാം ഭാവിയിൽ നിന്ന് നേരിടേണ്ടത് എത്ര ഭീകരമായ സംഭവങ്ങളാണെന്ന് ചാപ്റ്റർ 2 കണ്ടവർക്ക് ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഏറ്റവും പുതിയ ഡെറി കാഴ്ചകളുമായി സീ യു വെരി സൂൺ. ടേക്ക് കെയർ ആൻഡ് ശുഭമസ്തു.